ആൾക്കാരുടെ ഒരു മിസ്കൺസെപ്ഷൻ ഭയങ്കര കൂടുതലാണ്. ഫുഡ് അലർജിയുടെ ശരിക്കുള്ള പ്രിവലൻസ് എന്ന് പറഞ്ഞത് ഒരു 3 to 5% ഒക്കെ ഉള്ളൂ. റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫുഡ് അലർജി ഉള്ളൂ. അതായത് അവർ ആ ഫുഡ് അവോയ്ഡ് ചെയ്യണം, മസ്റ്റ് ആയിട്ട് ആ ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് 100-ൽ 3 to 5 പേർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഉണ്ടാവുന്ന ഫുഡ് ഇൻടോളറൻസസ് ആണ്. അതായത് ഫുഡ് അഡിറ്റീവ്സ് ഉണ്ടാവില്ല. ഇപ്പൊ കളറുകൾ ആഡ് ചെയ്യും, ചില സാധനങ്ങളൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അതൊന്നും ഒരിക്കലും ഒരു ലൈഫ് ത്രെട്ടണിങ് അലർജി ഒന്നും ഉണ്ടാക്കില്ല. ബീറ്റ് ഫുഡ് അലർജി, ഡസ്റ്റ് അലർജി, പോളൻ അലർജി, എന്ത് അലർജി ആയിക്കോട്ടെ, ഓവർ ആക്ടിങ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. ചില സമയത്ത് ഇതൊരു ദ്രുതഗതിയിൽ അങ്ങ് ആക്ട് ചെയ്യും. അതിന് നമ്മൾ അനാഫിലാക്സിസ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് അങ്ങ് പ്രവർത്തിക്കും. അതിൽ ആളുടെ പണി അങ്ങ് തീരും. അനാഫിലാക്സിസ് ശരിക്കും ജീവന് ഭീഷണിയായിട്ടുള്ള, അതായത് അങ്ങനത്തെ വരാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി റയർ. അത് ഫുഡിന്ന് വരുന്നത്, ഫുഡാണ് കോമണസ്റ്റ് കോസ്. ഡ്രഗ്, മെഡിസിൻസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലർക്ക് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് മരുന്ന് കൊടുത്തിട്ട് കുഞ്ഞ് അല്ലെങ്കിൽ വലിയൊരാള് മരിച്ചുപോയി. അത് ഡോക്ടറെ ബ്ലെയിം ചെയ്യും അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ ബ്ലെയിം ചെയ്യും. അത് ആർക്കും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് എക്സ്പോഷറിലായിരിക്കും ചിലപ്പോൾ അത് ഉണ്ടാവുന്നത്. യൂഷ്വലി നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കും, ഇഞ്ചക്ഷൻസ് ഒക്കെ പ്രത്യേകിച്ച്. ചിലപ്പോൾ ടെസ്റ്റ് ഡോസ് കൊടുക്കുമ്പോഴും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഫുൾ ഡോസ് കൊടുക്കുമ്പോൾ ഇവൻ അനാഫിലാക്സിസിലേക്ക് പോകും. ഡെഫിനറ്റ്ലി ദർ ഈസ് എ മിറാക്കിൾ ഡ്രഗ് ഓർ അഡ്രീനാലിൻ. അത് അപ്പോൾ തന്നെ കൊടുത്താൽ നമുക്ക് ഒരുവിധം സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ടൈം ഈസ് വെരി സ്മോൾ. അപ്പൊ അത് ശരിക്കും ഒരു കൺസൾട്ടന്റിനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അതാണോ എന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ അടുത്ത് ഒരു 20 പേര് ഡെയിലി വരുന്നതിൽ എനിക്ക് തോന്നുന്നു 1-2 പേരൊക്കെ ജെനുവിൻലി ഫുഡ് അലർജി ഉള്ളൂ. സംഭവം ഇവന് ഇതെല്ലാം കഴിച്ചാലും ഇവന് പ്രശ്നം ഉണ്ടാവും, കഴിച്ചില്ലെങ്കിലും ഇവന് പ്രശ്നം ഉണ്ടാവും.